പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സർവോപരി സർവ്വവിജ്ഞാനിയും സർവ്വ സാംസ്കാരിക സാമൂഹിക സോഷ്യൽ സയൻസ് കലക്കിക്കുടിച്ച് മലന്ന് കടന്ന് ഏമ്പക്കം വിട്ട് 7.5 മണിക്കൂർ കൂർക്കം വലിച്ച് ഉറങ്ങിയവരെ നിങ്ങൾക്കായി നോം അവതരിപ്പിക്കുന്നു പുതിയ കുറെ പറയൻ അപരാധികൾ. RCB എന്ന വൻമരം വീണു. പകരമാര്? വേറെ ആര്? PSG. അതെ ഗൈസ്, അവിടെ ചാമ്പ്യൻസ് ലീഗിൽ PSG ജയിച്ചതിന് അവിടുത്തെ കുറെ മരം കയറി എറിഞ്ഞു തൂറുന്ന ഫാൻസ് കാണിച്ചതാണ് നിങ്ങളിവിടെ കാണാൻ പോണത്. ഇതോ ഒരുത്തൻ അവിടെ ഇരുന്ന് ആക്രിക്കൊട്ട എടുത്തിട്ട് കറക്കണം. ഇവിടെ വേറെ കുറെ എണ്ണം കടയുടെ ചില്ലൊക്കെ എറിഞ്ഞു പൊളിക്കണം. ട്രെയിൻ നിർത്തിച്ചിട്ട് അതിന്റെ ചില്ല് ചവിട്ടി പൊട്ടിയാണ്. പോർഷേക്ക് ഇടിച്ച് പിഴിഞ്ഞ് പ്ലാസ്റ്റിക് പരുവം പോലെ ആക്കി വെച്ചേക്കണം. ഇത് എന്തൊരിത്? ഫ്രാൻസിന്റെ ക്ലബ്ബ് കളി ജയിച്ച് എന്നിട്ട് അതേ നാട്ടുകാരാ നാട്ടിനെ നശിപ്പിക്കണം. ഇവന്മാർക്ക് വയ്യേന്ന് ചോദിക്കണില്ല, യവനെയൊക്കെ ഉണ്ടാക്കിയവന് വയ്യേന്ന് ചിലപ്പം ചോദിച്ചു പോകും. സാധാരണ ബോഡി ഷേമിങ് ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ എവന്റെ ഈ കന്നന്തിരിവിന് ആവശ്യമുള്ളത് അവന്റെ കമന്റ് ബോക്സിൽ തന്നെ കിടപ്പുണ്ട്. ഒന്നും പറയാനില്ല, അക്ഷരാർത്ഥത്തിൽ അച്ചട്ട് വെച്ച് അച്ചാറിട്ട പോലെ. പക്ഷേ ഫൈനൽ മാച്ച് വല്ല റഷ്യയിൽ എങ്ങനെയായിരുന്നു നടന്നിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അവിടെ കിടന്ന് ഇമ്മാതിരി തന്തയില്ലായ്മ കാണിക്കണവന്റെ അണ്ണാക്കിൽ വല്ല ന്യൂക്ലിയർ കെട്ടിവെച്ച് വല്ല കടലിലും കൊണ്ടുപോയി താഴ്ത്തിയേനെ. ക്രിക്കറ്റാ, ഫുട്ബോളാ, ബേസ്ബോളാ, സോക്കറാ, എന്ത് പറയാ ആയിക്കോട്ടെ, ദയവ് ചെയ്ത് അന്തങ്ങളാവല്ലേ ഗൈസ്. കളിച്ചവന്മാര് കാശും വാങ്ങി വീട്ടിൽ പോയി തിന്നും കുടിച്ച് ഊച്ചും വിട്ട് കിടന്നുറങ്ങും. പോലീസ് പൊക്കിയാ പൊക്കണവന്മാര് ജയിലിൽ കിടന്ന് കഞ്ഞിയും പേറും കുടിച്ച് കാഞ്ഞവാളിയും വിട്ട് കണ്ടവന്റെ ഇടിയും കൊണ്ട് കാലം കഴിയേണ്ടി വരും. ഡോണ്ടറ ബാറ്റ്മാൻ ഒക്കെ പോണ്. എന്തരാണല്ലേ